വടകര മുക്കാളിയിൽ ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗം ഇടിഞ്ഞു. റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിനിടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, എങ്ങനെയാണ് മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? മണ്ണിപ്പോൾ പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ റോട്ടിൽ നിന്ന്? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ദേശീയപാതയിൽ വടകര മുക്കാടിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ റോഡ് സൈഡിൽ നിന്ന് മണ്ണെടുത്ത ഭാഗത്ത് ആണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണെടുത്ത ഭാഗത്ത് മാത്രമല്ല, സുരക്ഷയ്ക്കായി പിന്നീട് മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷയ്ക്കായി ഈ ഭാഗത്ത് കോൺക്രീറ്റും ചെയ്തിരുന്നു. ഈ ഭാഗം ഉൾപ്പെടെയാണ്, ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഉൾപ്പെടെയാണ് ഈ മണ്ണിടിച്ചിലിൽ താഴേക്ക് പതിച്ചത്. ഈ സമയം ഈ റോഡിലൂടെ വടകര കണ്ണൂർ റൂട്ടിൽ ഈ ഭാഗത്ത് വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. തലനാരിഴക്കാണ് ഈ റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. റോഡിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായും ഗതാഗതം നിലയ്ക്കുന്ന നിലയിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തുടർന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം ഈ ഭാഗത്ത് കൂടിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ റൂട്ടിലൂടെയുള്ള വാഹന ഗതാഗതം വഴി തിരിച്ചുവിടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുഞ്ഞിപ്പള്ളി വഴിക്കും വടകര ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കൈനാട്ടി വഴിക്കുമാണ് ഇപ്പോൾ വഴി തിരിച്ചു വിട്ടിട്ടുള്ളത്. നേരത്തെ മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള ഭാഗമാണ് അടർന്നു വീണിരിക്കുന്നത്. ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസവും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പണി നടക്കുന്ന ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസവും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വടകര മൂരാട് പാലത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായത്. മൂരാട് പാലത്തിന് സമീപം മണ്ണിടിഞ്ഞ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെയാണ് നിലം പതിച്ചത്. അപ്പോൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്.